ഹായ്! ഇന്നത്തെ വ്ലോഗ് സാറ്റർഡേ ഈവനിങ് ആൻഡ് സൺഡേ ആണ് കേട്ടോ. സാറ്റർഡേ ഈവനിങ് ഞങ്ങള് മറീന ബീച്ചിലൊന്ന് പോവുകയാണ്. ചെന്നൈയിലെ ഒരു ഫേമസ് ബീച്ചാണിത്. സൺസെറ്റ് കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തില് ഒരു 4:30 കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേങ്കില് ഈ ട്രാഫിക് കടന്ന് അവിടെ എത്തുമ്പോഴേക്കും സൺറൈസ് പോലും കാണാൻ പറ്റുമെന്ന് തോന്നില്ല. അത്രയ്ക്ക് ട്രാഫിക് ആയിരുന്നു കേട്ടോ. ഞങ്ങള് അത്യാവശ്യം ലേറ്റ് ആയിട്ട് തന്നെയാണ് എത്തിയത്. മോൾക്കാണെങ്കിൽ ബീച്ചിൽ പോകാനായിട്ടാണ് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. ശ്രീ ഫ്രീ ആകുമ്പോൾ കൊണ്ടുവരും. ആൾക്ക് ഇവിടെ വന്നിട്ട് കളിക്കാനും ബീച്ചിൽ വന്ന് കളിക്കാനും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഷെല്ല് പെറുക്കാൻ വേണ്ടിയിട്ടാണ്. ഷെല്ല് പെറുക്കിയെടുത്ത് ഒരു ബോക്സിൽ സൂക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ പുള്ളിക്കാരിയുടെ ഒരു ഹോബി. അതിനു വേണ്ടിയിട്ടാണ് ഈ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ സ്ത്രീക്ക് ടൈം ഉള്ളപ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ പണി കിട്ടി കേട്ടോ. ഞങ്ങള് വന്ന് ഒരു 30 മിനിറ്റ് ആയി കാണും. അപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മഴ ഞാൻ ഇതുവരെ കണ്ടില്ല. അതുപോലെ നല്ല മഴയായിരുന്നു. അപ്പോ പിന്നെ ഞങ്ങൾക്ക് സൺഡേയിലേക്കുള്ള ഫിഷും കൂടി വാങ്ങണമായിരുന്നു. അതും കൂടി വിചാരിച്ചിട്ടാണ് വന്നത്. ഈ ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഒരു ഫിഷ് മാർക്കറ്റ് ഉള്ളത്. വലിയൊരു ഫിഷ് മാർക്കറ്റാ ട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും നേരത്തെ തന്നെ അങ്ങോട്ടങ്ങ് പോയി. ഈ കുറച്ച് നേരം മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. മോൾക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ നേരത്തെ തന്നെ ഫിഷ് മാർക്കറ്റിലേക്ക് ചെന്നു. അവിടെ ജസ്റ്റ് ഇങ്ങനെ കൂടാരമൊക്കെ പോലെ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പം നമുക്ക് അതിൽ കയറി നിൽക്കാം. പക്ഷെങ്കില് ഈ ഫിഷ് വിൽക്കുന്നവരെല്ലാവരും ഈ മഴയത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഈ നല്ല മഴയത്താണ് അവരിയ്ക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് ഫിഷ് വാങ്ങാനായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. മഴയെല്ലാം മാറിയ ശേഷമാണ് പിന്നെ ഞങ്ങളും ഫിഷ് വാങ്ങാനായിട്ട് ഇറങ്ങിയത്. അപ്പൊ അവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് മീൻ വാങ്ങാം. മീൻ വാങ്ങിയ ശേഷം അവിടെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ ഫിഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അവരുടെ കയ്യിൽ കൊടുത്ത് ക്ലീൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ഫിഷൊക്കെ ഞങ്ങൾക്ക് വേണ്ട മീനൊക്കെ മേടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ക്ലീൻ ചെയ്യാൻ കൊടുത്തപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ആ ചേച്ചി പറഞ്ഞു, ആ ചേച്ചി മലയാളിയാണ്, കൊല്ലത്തുള്ളയാണ്. ഒരു 32 ഇയേഴ്സ് ആയിട്ട് ചെന്നൈയിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട മീനെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ നെക്സ്റ്റ് സൺഡേ ആണ് കേട്ടോ. സൺഡേയിൽ ശ്രീ ആണ് കുക്കിംഗ് ഫുള്ള്. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. നല്ല ഫുഡ്, നന്നായിട്ട് കുക്കിംഗ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് അയല മപ്പാസും പ്രോൺസും ട്യൂണയും ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഫിഷ് അയില ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തേക്കുവാണ്. അത് ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഉപ്പും മാത്രം ഇട്ടിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്തേക്കുന്നത്. പിന്നെ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്യാണ്. സവോള ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴണ്ട് വരുന്ന വരെ എന്താ പറയാ വെന്ത് വരുന്നത് വരെ അതൊന്ന് മൂടി വെക്കും. മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കാണ്. പിന്നെ ഇപ്പൊ ആഡ് ചെയ്യുന്നത് മഞ്ഞപ്പൊടിയാണ്. സബോള ഒന്ന് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടി ആഡ് ചെയ്യണം. അതിനുശേഷം കൊടംപുളി ഇല്ലേ, കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. കുറച്ചു നേരം മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതും ആഡ് ചെയ്തു. പിന്നെ ആഡ് ചെയ്തത് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് കുറച്ച് സമയത്തേക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കും. അതെല്ലാം ഒന്ന് മിക്സ് ആയി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തേങ്ങാപ്പാലിന്റെ രണ്ടാം പാൽ ഒഴിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചത്, ഡീപ് ഫ്രൈ അല്ല ചെയ്യേണ്ടത്, ഒരു ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച് മീൻ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാണ്. പിന്നെയും കുറച്ച് നേരം അത് ആ മീനിലും ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കും. അതിനുശേഷം ഇപ്പോൾ ഒഴിക്കുന്നത് ഒന്നാം പാൽ ഒഴിക്കും. ഒന്നാം പാൽ ഒഴിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ടത്ര കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇത് എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫിഷൊക്കെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഈ സ്പൂൺ ഇട്ടിട്ട് ഇളക്കരുത്. അത് ഫിഷ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അത് കയ്യിലെടുത്തൊന്ന് ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ച ശേഷം വീണ്ടും അത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അങ്ങ് മൂടി വെക്കുക ചെയ്തത്. അതോടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട്.
അടുത്ത ഇനി ട്യൂണയും പ്രോൺസും ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ ചേർക്കാണ്. ഹസ്ബൻഡിന്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. മസാലയ്ക്ക് വേണ്ടിയിട്ട് പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, പെപ്പർ, ചെറിയുള്ളി ഇത്രയും കൂടി ഒരു പാനിൽ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നു. അടുത്ത പ്രോൺസിലും സെയിം ആ സ്പെഷ്യൽ മസാല തന്നെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ചേർക്കുന്നത് ഫിഷ് മസാലയും മഞ്ഞപ്പൊടിയും ലെമൺ ജ്യൂസും ഇത്രയും കൂടി ചേർത്തിട്ട് മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഈ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 30 മിനിറ്റ്സ് വെക്കാം. 30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്കെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അങ്ങനെ ഇത് ഫ്രൈ ചെയ്യാണ്. ആദ്യം നമ്മൾ ട്യൂണ ഫ്രൈ ചെയ്തു. ട്യൂണ ഫ്രൈ ചെയ്തതിന് ശേഷം ആണ് പ്രോൺസ് ഫ്രൈ ചെയ്തത്. അപ്പോൾ പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോൾ പ്രോൺസ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ടെല്ലാം വെച്ചു. അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ട്യൂണയിലും കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ ആയിട്ട് പ്രോൺസിൽ പച്ചമുളകും കൂടി അരിഞ്ഞ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത്ര തന്നെയുള്ളൂ. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.